ഇത് ഐസ്ക്രീം ബീൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. അതായത് നമ്മുടെ വാളരിപ്പയറൊക്കെ പോലെ ഒരു പയർ വർഗത്തിൽ പെടുന്ന പോലത്തെ ഒരു ഫ്രൂട്ട്. 5 അടയിൽ തേനീച്ചകൾ കൂട് പണിഞ്ഞ് കയറിയിട്ടുണ്ട്. ഇതൊരു 6ാമത്തെ അടയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതാണ് എൻ്റെ വരാലുകുളം. ഓൾമോസ്റ്റ് 1 വർഷത്തെ വിളവ് ആകാറായി. ചുനക്കര കൃഷിഭവന്റെ യുവ കർഷക അവാർഡ് ജേതാവും ഓണാട്ടുകര മേഖല യുവ കർഷക അവാർഡ് ജേതാവുമായ ശ്രീ ജോസിൻ സാം ജോൺ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ജോസിൻ ബ്രോ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. കൂടാതെ അദ്ദേഹം ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറും ഒരു സൗണ്ട് എഞ്ചിനീയറും അതോടൊപ്പം തന്നെ ഒരു ഗായകനും മ്യൂസിക് കമ്പോസറും ഒരു ചിത്രകാരനുമാണ്. ഇത്രയേറെ ടാലൻസുകൾ കൈകാര്യം ചെയ്തിട്ട് എന്താണ് ഈ കൃഷിയോട് ഇത്ര താല്പര്യം വരാൻ കാരണം? കൃഷി എന്ന് പറയുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ഫാദറും ഒക്കെ പണ്ട് മുതലേ അത്യാവശ്യം കൃഷിയൊക്കെ നമ്മുടെ സ്ഥലത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ കപ്പയും ചേനയും ചേമ്പും അങ്ങനെയൊക്കെ നടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫാദറാണെങ്കിൽ കുറേ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് അധികമൊന്നും ഇല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ പറമ്പിൽ നട്ടിട്ടുണ്ട്. അന്നേ എനിക്കത് ഭയങ്കര ഒരു അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എങ്ങും ഇല്ലാത്ത കുറേ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് എൻ്റെ ഫാദർ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. ബേസിക്കലി ചിലപ്പോൾ അതായിരിക്കും നമുക്ക് ഒരു ഇൻസ്പിറേഷനായി മാറിയത്. 2019 ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വരേണ്ട അവസ്ഥയുണ്ടായി. അന്നേരമാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് എന്തായാലും സ്ഥലമുണ്ട്, അവിടുത്തെ നമുക്ക് ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃഷി ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൽ കുറച്ച് വാഴ നട്ടു. അത് വൻ പരാജയമായിരുന്നു. കാരണം 2019 ഇതൊക്കെ സംഭവിക്കുന്നത്. അതെ അതെ, വൻ പരാജയം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി യാതൊരുവിധ ശാസ്ത്രീയ അടിസ്ഥാനം ഇല്ലായിരുന്നു. നമ്മൾ നട്ടു, നമുക്കറിയാവുന്ന രീതിയിൽ നട്ടു, അതെല്ലാം ഏത്തവാഴയായിരുന്നു, അതെല്ലാം പരാജയമായിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടെങ്കിലും നമ്മുടെ ആ ഇൻട്രസ്റ്റ് മാറിയില്ല. നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് വേറെ ചില ഫ്രൂട്ട് പ്ലാന്റ്സുകൾ കിട്ടി പല സ്ഥലത്തു നിന്നും. എങ്ങനെയല്ലോ അത് ചെയ്തെടുക്കണമെന്നുള്ള ഒരു ഇത് വാശി ക്രിയേറ്റ് ആയി. അതെ, അങ്ങനെ വാഴയോടൊപ്പം തന്നെ മറ്റു ഫ്രൂട്ട് പ്ലാന്റ്സുകളൂടെ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ചില സമയത്ത് അതൊരു ലഹരി പോലാവുന്ന ഒരു സംഭവമാണ്. നമ്മൾ അങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങി. 160ഓളം ഫ്രൂട്ട് പ്ലാന്റ്സ് ഞാനിവിടെ നട്ടു. ഓ സൂപ്പർ. 160ഓളം. ഈ ഒരുപാട് നടാൻ തുടങ്ങിയപ്പോൾ നമ്മളെ കൃഷിഭവനൊക്കെ ആണെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മൾ. അപ്പോൾ അവർ നമ്മളെ വിളിച്ച് പല കാര്യങ്ങളും നമ്മളോട് ചെയ്യാനും പല കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാനും ഒക്കെ തുടങ്ങി. ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും ഒക്കെ. അങ്ങനെ പല ട്രെയിനിങ്ങിന് പോയപ്പോൾ മനസ്സിലായി ഒരു സമ്മിശ്ര കൃഷിയുടെ പ്രാധാന്യമൊക്കെ മനസ്സിലായി. അങ്ങനെ ഫ്രൂട്ട് പ്ലാന്റ്സിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി വളത്തിന് വേണ്ടി കോഴിയെ വളർത്താൻ തുടങ്ങി. ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഈ പൂ കൊഴിച്ചിലൊക്കെ അന്നൊരു പ്രശ്നമായിരുന്നു. പരാഗണം നടക്കാതെ പൂ കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അത് പരാഗണം കൂട്ടാൻ വേണ്ടിയാണ് തേനീച്ച വളർത്തൽ തുടങ്ങിയത്. പിന്നെ മത്സ്യം, വരാല് കൃഷി തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ഓരോ ഘട്ടമായിട്ടാണ് 20, 21, 22 വർഷങ്ങളിൽ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് ഓരോന്നിലേക്കും ഇറങ്ങി. അപ്പം ഇതിനെല്ലാം പരിശീലനവും ശാസ്ത്രീയമായ പരിശീലനവും കിട്ടി. അത് ഗവൺമെൻറ്റിൻ്റെ അതേതായ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ട്രെയിനിങ്ങും കിട്ടി. ഇപ്പോൾ ശാസ്ത്രീയ വശങ്ങളോട് അറിഞ്ഞാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സ്ലോലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു പശുത്തൊഴുത്തിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഫാം എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് തീർച്ചയായും കൂടുതലായിട്ട് നമുക്കപ്പോൾ അതായിരിക്കും നല്ലത് അല്ലേ? ഇത് നമ്മുടെ കുരുമുളകിൻ്റെ ഒരു സെക്ഷനാണ്. അതായത് കുറച്ച് വെറൈറ്റി കുരുമുളക്, കൂമ്പുക്കൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ ഒരുപാട് കർഷകർ കൃഷി ചെയ്യുന്ന കൂമ്പുക്കൽ വെറൈറ്റി അതെനിക്ക് അടുത്തിടയ്ക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് എണ്ണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നട്ടിരിക്കുകയാണ് ഇവിടെ. ഇതൊക്കെ വളർന്ന് ഇത്രയായി. ഇപ്പോൾ കോൺക്രീറ്റ് തൂണുകളിലുള്ളത് വിയറ്റ്നാം മോഡലിനാണ് നമ്മൾ പറയുന്നത് സാധാരണ. അങ്ങനെ വിയറ്റ്നാം മോഡൽ ഒരു കൃഷി പരീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഹൈറ്റ് വരുന്നതനുസരിച്ച് നമ്മൾ ഹൈറ്റ് കൂട്ടി കൊടുക്കും. അതാണ് ഈ കൃഷിയുടെ ഒരു പ്രത്യേകത. പിന്നെ എന്താ പറയുന്നത്? വിയറ്റ്നാം മോഡൽ. ഓക്കെ. ഇവിടുന്ന് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ തുടങ്ങുകയാണ്. ഇത് സ്ട്രോബെറി പേര എന്ന് പറയും. ഇത് റെഡും യെല്ലോയും വെറൈറ്റീസ് ഉണ്ട്. അതിൽ യെല്ലോ വെറൈറ്റിയാണ് ഈ സ്ട്രോബെറി പേര. ഓക്കെ. സ്ട്രോബെറി പേരയാണത്. ഇവിടെ ഞാൻ ഫുഡ് ഫോറസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എൻ്റെ പറമ്പിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് എല്ലാ മരങ്ങളും ഒരു വനം പോലെ നമുക്ക് ആഹാരം തരുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകവിളയല്ല, ഇതൊരു സമ്മിശ്ര കൃഷിയാണ്. അപ്പോൾ നമ്മുടെ മരങ്ങൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇത് ലിച്ചിയാണ്, ഇത് സപ്പോട്ടയാണ്, അതുപോലെ ഇവിടെ ഒരു മാവുണ്ട്, ഒരു ഒട്ടുമാവാണ്. മുകളിൽ കമ്പിളി നാരകമുണ്ട്,
ഇത് റംബൂട്ടാൻ മരമാണ്. അത് ഇരുമ്പമ്പുളിയാണ്. ഇത് സർവ്വസുഗന്ധിയാണ്, അതായത് ഓൾ സ്പൈസസ് എന്ന് പറയും. നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഇല. നല്ല സുഗന്ധമുള്ളൊരു ഇലയാണ്. അതുപോലെ ഇതൊരു സപ്പോട്ട മരമാണ്. ഒരു 30 വർഷത്തോളം പഴക്കമുള്ള ഒരു മരമാണ്. ഒരുപാട് കായ ഉണ്ടായിരിക്കുന്ന ഒരു മരമാണ്. എൻ്റെ ഫാദർ നട്ട ഒരു സപ്പോട്ട മരമാണിത്. അതുപോലെ ഇത് വെൽവെറ്റ് ആപ്പിളാണ്. വെൽവെറ്റ് ആപ്പിൾ ഇത് ഞാൻ നട്ട മരമാണ്. ഇത് കായ്ക്കാറായ ഒരു മരമാണ്. അതിനിപ്പുറത്ത് തായ്ലൻഡ് ചാമ്പയുണ്ട്. തായ്ലൻഡ് ചാമ്പ അത് സ്ഥിരം കായ്ക്കുന്നതാണ്. വേനൽക്കാലത്ത് അത് പൂവിടും. അതുപോലെ വെല്ലിയാത്തയുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്ന വെല്ലിയാത്തയുണ്ട്. അതുപോലെ ഇതുവഴി വരുവാണെങ്കിൽ പനിനീർ ചാമ്പയുണ്ട്. പനിനീർ ചാമ്പ നാട്ടിലൊക്കെ പണ്ട് മുതലേ ഉള്ള ഒരു നാടൻ മരമാണ് പനിനീർ ചാമ്പ. അതുപോലെ ഇവിടെ ഒരു അവക്കാഡോ ട്രീ ഉണ്ട്. ഇതാണ് അവക്കാഡോ. അവക്കാഡോ? അവക്കാഡോ അതായത് ബട്ടർ ഫ്രൂട്ട്. ഓക്കെ. വെണ്ണപ്പഴം എന്ന് പറയുന്ന വെണ്ണപ്പഴം അല്ലേ? വെണ്ണപ്പഴം. ഓക്കെ. അതെന്ത് പ്രത്യേകത? ജസ്റ്റ് ഒരു ഫ്രൂട്ട്സ് ആണോ അതോ? ഫ്രൂട്ട് നമ്മളത് ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതെ, ഇത് ഭയങ്കര ഒരു എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഷെയ്ക്കാണ്. ഓക്കെ ഓക്കെ. അല്പം ഗ്രീൻ കളർ കാണും. അതുപോലെ നമ്മൾ ഇതുവഴി വരുവാണെങ്കിൽ ഇവിടെ ഗ്രീൻ ചാമ്പ. ഇതാണ് ഗ്രീൻ ചാമ്പ. അത് കണ്ട് പൂ ഇട്ടിട്ടുണ്ട്. ഗ്രീൻ ചാമ്പ. ഇവിടെ ഒരു കസ്റ്റാർഡ് ആപ്പിൾ ട്രീയും കൂടെ. ഗ്രീൻ ചാമ്പ ഇതല്ലേ? അതെ. ഒരു കസ്റ്റാർഡ് ആപ്പിളിൻ്റെ മരമുണ്ട്. ഇപ്പോൾ കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. കസ്റ്റാർഡ് ആപ്പിൾ അല്ലേ? അതെ. വെല്ലിയാത്ത എന്ന് പറയും. ഓക്കെ. രാംഫൽ, ഹിന്ദിയിൽ രാംഫൽ എന്ന് പറയുന്ന ട്രീ. അതുപോലെ ഇവിടെ 2 ജാതി മരമുണ്ട്. 2 ജാതി മരം. അതിലൊന്ന് കായ്ക്കുന്നതാണ്. ഇത് കായ്ച്ചിട്ടില്ല. ഇതിലേ കൂടെ വരുവാണെങ്കിൽ റംബൂട്ടാൻ മരമുണ്ട്. ഇത് N80 എന്ന് പറയുന്ന ഹോം ഗ്രോൻ്റെ വെറൈറ്റിയാണ് റംബൂട്ടാൻ. ഇതും കായ്ച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അല്പം ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇവിടെയാണ് സ്റ്റാർ ഫ്രൂട്ട് മരമുള്ളത്. ഇത് നിറയെ കായ ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ താഴെ എല്ലാം വീണ് കിടക്കുന്ന ഒരുപാട് സ്റ്റാർ ഫ്രൂട്ട് മരം. ഇത് വൈനിടാനൊക്കെ ബെസ്റ്റാണ്. നമുക്കിങ്ങനെ തന്നെ കടിച്ചു തിന്നാം. ഇരുമ്പമ്പുളിയുടെ ഫാമിലി തന്നെ, പക്ഷേ അത്രയും പുളിയില്ല, നല്ല സ്വീറ്റാണ്. അതാണ് സ്റ്റാർ ഫ്രൂട്ട്. ഇപ്പുറത്തൊരു മാംഗോസ്റ്റിൻ ട്രീ ഉണ്ട്. മാംഗോസ്റ്റിൻ ഇതും കായ്ച്ചതാണ്. വേനൽക്കാലത്താണ് അത് പൂവൊക്കെ വരുന്നത്. അപ്പുറത്തൊരു മിറക്കിൾ ഫ്രൂട്ടുണ്ട്. ഈ ട്രീയാണ് മിറക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് മിറക്കിൾ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാം. അത് കഴിച്ചു കഴിഞ്ഞാൽ പുളിയെല്ലാം മധുരമായിട്ട് തോന്നും. മിറക്കിൾ ഫ്രൂട്ട് ഒരു 1/4 മണിക്കൂറത്തേക്ക് നമ്മുടെ നാവിൽ മധുരം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. എന്ത് പുളിയുള്ളത് കഴിച്ചാലും അത് മധുരമാണ്. മിറക്കിൾ ഫ്രൂട്ട്. മിറക്കിൾ ഫ്രൂട്ട്. ഇത് റേസ്ഡ് ബെഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ, എല്ലാ സാധനങ്ങളും നമ്മൾ അല്പം ഉയർത്തി, മണ്ണിൽ നിന്ന് ഒരല്പം ഉയർത്തി നമ്മൾ ടിൻ ഷീറ്റ് കൊണ്ടൊരു ബെഡ് പോലെ ഉണ്ടാക്കി അതിൽ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇതിനകത്ത് മണ്ണ് നമുക്ക് ഈസി ആയിട്ട് ഇളക്കി എല്ലാം എടുക്കാനും ഒക്കെ പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഹാർവെസ്റ്റ് ആയി കിടക്കുകയാണ്. അപ്പം മഞ്ഞളുണ്ട് ഒരു ബെഡിൽ ഇഞ്ചിയുണ്ട്, മറ്റൊരു ബെഡിൽ ഇഞ്ചിയുണ്ട്, ചിലതിൽ ചേമ്പുണ്ട്, ചിലതിൽ പച്ചക്കറിയാണ്. അങ്ങനെ പല സാധനങ്ങൾ ഇതുപോലെ റേസ്ഡ് ബെഡായിട്ട് ചെയ്തിരിക്കുന്നതാണിത്. ആണ് സ്റ്റാർ ഫ്രൂട്ട്. ബാക്കി എവിടെ മോനെ വീണ കണ്ടോ? ഇത് സ്റ്റാർ ഫ്രൂട്ട് അല്ലേ? ഓ, ഇത് എന്തിനു ഉപയോഗിക്കുന്നയാ? ഇതിങ്ങനെ കഴിക്കാൻ, ജസ്റ്റ് കഴിക്കാൻ. കഴുകണേ. സ്റ്റാർ ഫ്രൂട്ട് പിടിച്ചോ. ഇത് ബ്ലാക്ക് സുറിനാം ചെറിയാണ്. സുറിനാം ചെറി എല്ലാവർക്കും അറിയാം, റെഡ് കളറിലുണ്ട്. പലർക്കും അത് ഇഷ്ടമല്ല. പക്ഷേ ഇത് ബ്ലാക്ക് വെറൈറ്റി, കുറച്ചുകൂടെ സ്വീറ്റ് വെറൈറ്റി ആയിട്ടുള്ള സുറിനാം ചെറിയാണിത്. അത് 1-2 വർഷത്തിനുള്ളിൽ അത് കായ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് ബറാബ എന്ന് പറയും. ബട്ടൺ മാംഗോസ്റ്റിൻ അല്ലെങ്കിൽ സ്മോൾ മാംഗോസ്റ്റിൻ, അതായത് കൊച്ചു മുത്തു പോലുള്ള ഒരു മാംഗോസ്റ്റിൻ്റെ വെറൈറ്റിയാണ് ബറാബ. ഇവിടെ ഇത്
ഇതൊരു വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ്. വെസ്റ്റ് ഇന്ത്യൻ ചെറി നമുക്കറിയാം അല്പം പുളിയോടുകൂടി ആപ്പിൾ ഷേപ്പിൽ ചെറുതായിട്ടിരിക്കുന്ന ഒരു കായാണ്. വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ സ്വീറ്റ് വെറൈറ്റിയാണിത്. ഇത് ഒരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ്, അതുപോലെ റെയറായിട്ടുള്ളൊരു അടുത്തുനിന്ന് കിട്ടിയതാണ്. അതുപോലെ പർപ്പിൾ ഫോറസ്റ്റ് ഗുവാവയുടെ ഒരു വെറൈറ്റിയാണ് പർപ്പിൾ ഫോറസ്റ്റ് ഗുവാവ. ഇത് അല്പം കൂടെ വളർന്നു കഴിയുമ്പോഴേ കായ്ക്കുള്ളൂ. പർപ്പിൾ ഫോറസ്റ്റ് ഗുവാവ. അത് എന്തിനു വേണ്ടിയുള്ളതാ? അത് ഒരു ഫ്രൂട്ടാണ്. പേരക്കയുടെ ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ടാണ് ഗുവാവ എന്ന് വിളിക്കുന്നത്. പക്ഷെ പേരക്കയുടെ ഫാമിലി അല്ല, പേരക്കയുടെ ടേസ്റ്റുമായിട്ട് സാമ്യതയുണ്ട്. പർപ്പിൾ കളറാണ് ഇതിന്. ഓക്കെ. ഇത് വലിയ മരം വേറെ ഉണ്ട് നമുക്ക്. ഇത് ബക്കൂപ്പാരി എന്ന് പറയുന്ന മാംഗോസ്റ്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ബക്കൂപ്പാരി. ഓഹോ. അതുപോലെ ഇത് സാവന ചെറി എന്ന് പറയുന്ന ഒരു ചെറി ആണിത്. എക്സോട്ടിക് ഫ്രൂട്ട്സിനകത്ത് വരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം. നമ്മൾ ഈ കാണുന്ന വലിയ മരമാണ് മിൽക്ക് ഫ്രൂട്ട്. ഇത് ഇപ്പം 3 വർഷമായിട്ട് കായ്ക്കുന്നുണ്ട്. ഇത് ഒരുപാട് കായ ഉണ്ട് ഇതിൽ ആക്ച്വലി. അതുപോലെ നമുക്കിവിടെ ഒരു ചെറിയാത്ത, അതായത് ഷുഗർ ആപ്പിളിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്. ഷുഗർ ആപ്പിൾ എൻ്റെ കയ്യിൽ ഗോൾഡൻ ഉണ്ട്, റെഡ് ഉണ്ട്, നോർമൽ ഷുഗർ ആപ്പിളുണ്ട്. അതുപോലെ ഇവിടെ വരുമ്പോൾ കൊക്കോപ്ലം, ഒരു അമേരിക്കൻ പ്ലാന്റ് ആണ് കൊക്കോപ്ലം എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ ജാബോട്ടിക്കാബ, സൗത്ത് അമേരിക്കൻ ഫ്രൂട്ട് ട്രീയാണ് ജാബോട്ടിക്കാബ. നമ്മൾ മലയാളത്തിൽ മരമുന്തിരി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ജാബോട്ടിക്കാബയുടെ സബാറ എന്ന് പറയുന്ന വെറൈറ്റി ആയത്. സബാറ എൻ്റെ കയ്യിൽ 2 ഉണ്ട്. അതുപോലെ റെഡ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ജാബോട്ടിക്കാബയുടെ വേറൊരു വെറൈറ്റിയാണ് ഇത്. അതുപോലെ ജാബോട്ടിക്കാബയുടെ പിന്നെ മറ്റൊരു വെറൈറ്റിയാണിത്. അതുപോലെ ഇടതൂർന്ന് നമ്മൾ കടച്ചക്ക വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും വളരുന്ന ഒരു പ്ലാന്റാണ് കടച്ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും സ്ഥലം കളയാതെ മാക്സിമം നമ്മൾ കടച്ചക്ക നട്ടിരിക്കുകയാണ്. അത് തന്നെയല്ല, ഭാവിയിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പശു വളർത്താൻ തുടങ്ങുമ്പം അതിനൊരു തീറ്റയായിട്ടും ഇത് കൊടുക്കാൻ പറ്റും, ഈ പ്ലാന്റ്. അപ്പോൾ 10-400 മൂട് നട്ടിട്ടുണ്ട്, നമുക്കത് മാറിയും തിരിഞ്ഞും കൊടുക്കാൻ പറ്റും. അപ്പോൾ പശുവിൻ്റെ ഒരു ഭക്ഷണമായിട്ടും കൂടെയാണ് ഇത് നട്ടിരിക്കുന്നത്. അതുപോലെ ഓമയുണ്ട്. ഓമകൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് നട്ടിട്ടുണ്ട്. അത് നമ്മൾ നടാൻ കാര്യം അതിൻ്റെ ഇലയൊക്കെ കോഴിക്ക് കൊടുക്കാനും ഒക്കെയാണ്. അതിൻ്റെ ഇല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും നട്ടിരിക്കുന്നത്. നമുക്കിപ്പം മീൻകുളത്തിലേക്ക് പോകാം. വരാൽ കൃഷിയാണ്. അപ്പം വരാലിന് തീറ്റ കൊടുക്കുന്നത് കാണാം. ഇതാണ് എൻ്റെ വരാൽ കുളം. ഓൾമോസ്റ്റ് 1 വർഷത്തെ വിളവ് ആകാറായി ആക്ച്വലി. വരുന്ന ജനുവരി ഫെബ്രുവരിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് വിളവെടുക്കുന്ന രീതിയിലാണ്. അപ്പം വിവിധ തരം പായലുകൾ നമ്മളിതിൽ വളർത്തുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ 2ആണ്. ഒന്ന്, ഈ വെള്ളത്തിലുള്ള അമോണിയ എല്ലാം വലിച്ചെടുത്താണ് ഈ പായൽ വളരുന്നത്. അപ്പോൾ എപ്പോഴും അമോണിയ കണ്ടൻറ്റ് കുറഞ്ഞിരിക്കും പായലുകൾ വളരുമ്പോൾ. പിന്നെ രണ്ടാമത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പായലുകൾ എടുത്താണ് നമ്മൾ കോഴിക്ക് ആഹാരമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം പായലുകൾ എടുക്കുന്നോ അത്രത്തോളം അത് വളർന്ന് കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഫുഡായിട്ട് കോഴികൾക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആമ്പലൊക്കെ നട്ടിട്ടുണ്ട്. ഇതിനകത്ത് ബേസിനകത്ത് ചെളി ഇറക്കി വെച്ചിട്ടാണ് അതിൽ നട്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ഈസ്തെറ്റിക്സ് എന്നുള്ളൊരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാനൊരു ഭംഗി, രാവിലെ ആകുമ്പോൾ ആമ്പൽ വിരിഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ആമ്പലുകൾ നട്ടിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ചട്ടികളാണ് വിക്ക് ഇറിഗേഷനിലൂടെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തെല്ലാം പച്ചക്കറി തൈകളാണ് നട്ടിരിക്കുന്നത്. അപ്പം സൈഡിൽ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് തിരിയിലൂടെ കയറി കാപ്പിലറി ആക്ഷൻ വഴി എപ്പോഴും ഈ പോട്ട്സ് നനഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത് സൈഡിൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ കമ്പോസ്റ്റ് ടാങ്കാണ്. അതായത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുവന്ന് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാം, നമ്മളുടെ തന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്ത് ആദ്യം ഒരു ലെയർ തൊണ്ടടുക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പച്ചക്കറി വേസ്റ്റുകൾ ഇടുന്നത്. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ചാണകത്തോടെ ഇട്ട് EM സൊല്യൂഷനൊക്കെ ഒഴിച്ച് നമ്മളിതിനെ കവർ ചെയ്ത് വെക്കും. അങ്ങനെ അതിലൂടെ അത് കമ്പോസ്റ്റായി മാറും. ചിലപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കുകയുള്ളൂ. അങ്ങനെ ഈ ടാങ്കുകളെല്ലാം ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നടുക്കത്തേതിൽ നമ്മൾ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു, അങ്ങേ അറ്റത്തെ എടുക്കാനുണ്ട്. അങ്ങനെ പല പല ടാങ്കുകളായിട്ടാണ്. നമ്മുടെ വീട്ടിൽ പുതിയതായിട്ടൊരു അതിഥിയും കൂടെ വരാൻ പോകുന്നു. അതിൻ്റെ
ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഒരു പശുത്തൊഴുത്ത് പണിയാണ്, അതായത് വെച്ചൂർ പശുവിനെ വളർത്താനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ എടുത്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ മഴ കാരണം നമ്മൾ പണി അല്പം ഡിലേ ആയിട്ടുണ്ട്. അപ്പം വരുന്ന ദിവസങ്ങളിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വെച്ചൂർ പശുവിനെ കൊണ്ട് വളർത്താനാണ്. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, വെച്ചൂർ പശുവിൻ്റെ പാലും ചാണകവും എല്ലാം വളരെ വളരെ ഗുണമുള്ളതാണ്. നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ചാണകം ഉപകരിക്കും. അതുപോലെ തന്നെ ഏറ്റവും മിൽക്ക് തരുന്ന ഒരു പശുവാണ് വെച്ചൂർ പശു എന്ന് പറയുന്നത്. നമുക്കത് വളരെ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം ഇതാണ് എൻ്റെ കോഴിക്കൂട്. നമ്മളിവിടെ തന്നെ വിരിയിച്ച് ഇറക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ്. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു, ഇച്ചിരി എണ്ണക്കുറവാണ്. പുതിയ ബാച്ചിനെ ഇനി ഇറക്കണം. അകത്തോട്ട് വരാമല്ലോ അല്ലേ? ഇത് ഏത് ഇനങ്ങളാണിത്? ഇത് നാടൻ കോഴികളാണ് കൂടുതലും. നാടൻ കോഴിയും കരിങ്കോഴിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ബാച്ച് തീർന്നു, നമ്മളതിനെ ഇറച്ചിക്ക് മാറ്റിയതാണ്. ഇനിയിപ്പോൾ അടുത്ത ബാച്ചിനെ ഇറക്കണം. പല സ്ഥലങ്ങളിൽ പോയി കോഴിക്കൂട് വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഞാൻ കണ്ട ഡിസൈൻസൊക്കെ അതിനൊക്കെ പല പ്രോബ്ലംസ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു സ്ഥലത്തിന് കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഒരു കസ്റ്റം മെയ്ഡ് കോഴിക്കൂടാണ്. അതൊരു കസ്റ്റം മെയ്ഡാണ്. അതായത് നമ്മൾ ജോലിക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് പണിഞ്ഞതാണ്, നമ്മുടെ റിക്വയർമെൻറ്റുകൾക്ക് അനുസരിച്ച് പണിഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറയാമോ? അതായത് ഇതൊരു ഹൈടെക് കൂടാണ്. ഓക്കെ. നമ്മൾ ഹൈടെക് എന്ന് പറയുമ്പോൾ കോഴിയെ അതിനകത്തിട്ട് തന്നെ വളർത്തുന്ന കോൺസെപ്റ്റാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് മുട്ട ഉരുണ്ട് ഒരറ്റത്ത് വരും. മുട്ട ഉരുണ്ട്, അതായത് ഇതാണ് അതിൻ്റെ ഔട്ട്ലെറ്റ്. മനസ്സിലായി. നമ്മൾ കോഴി അകത്ത് നിന്ന് മുട്ട ഇടുകയാണെങ്കിൽ അത് ഉരുണ്ട് ഈ അറ്റത്ത് വരും. നമുക്ക് ഇതുവഴി ഈസി ആയിട്ട് എടുക്കാം. അങ്ങനെ എല്ലാ കൂടിനും ഉണ്ട് ഇതുപോലൊരു. ഇതിനകത്ത് ഇപ്പം 4-5 കള്ളിയാണ്. ഓരോരോ ഇതിനകത്ത് നമുക്ക് ഓരോ പ്രായത്തിലുള്ള കോഴികളെയൊക്കെ അല്ലെങ്കിൽ ഓരോ ഇനത്തെ നമുക്ക് സെപ്പറേറ്റ് ഇടാൻ പറ്റും. അങ്ങനത്തെ ഒരു കൂടാണ്. കോഴികൾ ഇറങ്ങുന്നതും കയറുന്നതും എല്ലാം ബാക്കിലത്തെ ഡോർ വഴിയാണ്. ഓക്കെ. അപ്പം ഇതിനകത്ത് വെള്ളം വരാനും എല്ലാം സംവിധാനം ഓട്ടോമാറ്റിക്കലി ഉണ്ട്. പക്ഷേ ഞാൻ കോഴിയെ കൂട്ടിലിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ കോഴിയെ അഴിച്ചു വിട്ട് തന്നെ വളർത്തുന്നത്. കോഴി വൈകുന്നേരവും ഇതിനകത്ത് തന്നെ കയറും, രാവിലെ തന്നെ ഇറങ്ങും. പക്ഷെ അവർ നടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇതും വലയിട്ട് നമ്മൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ കോഴി കുഞ്ഞുങ്ങളെയൊക്കെ വേണമെങ്കിലും ഇവിടെയും ഇടാൻ പറ്റും. താഴെ ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. കോഴികൾക്ക് വെള്ളം കുടിക്കാനായിട്ട് നമ്മളൊരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴികൾക്ക് ആവശ്യാനുസരണം വെള്ളം അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു റൊളീനിയ എന്ന് പറയുന്ന ഫ്രൂട്ട് ഇവിടെ കായ്ച്ചു നിൽപ്പുണ്ട്. അത് കാണിക്കാം. റൊളീനിയ എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ ആത്ത എന്നാണ് അതിന് പറയുന്നത്. ഇതൊരു 3 വർഷമായ പ്ലാന്റാണ്. ഞാൻ തന്നെ നട്ടതാണ്. അത് ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കായ ഉണ്ടായത്. ഓക്കെ. നമ്മുടെ മീൻകുളത്തിൻ്റെ ഓവർഫ്ലോ പൈപ്പാണ് ഇത്. മീൻകുളത്തിൻ്റെ ഓവർഫ്ലോ ആണ്. അതായത് അവിടെ ഒരു ഹൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിന്. നമ്മൾ ആ ഹൈറ്റിന് മേളിൽ വെള്ളം എങ്ങനെ വീണാലും നമ്മൾക്ക് ഇവിടുന്ന് അത് ഓവർഫ്ലോ ആയി കിട്ടും. മീനും ചാടിപ്പോകാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ഡ്രിൽ ഹോളേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻകുളത്തിൻ്റെ ഡ്രെയിനേജ് പൈപ്പ്. അപ്പോൾ എത്ര വെള്ളം അവിടെ കൂടിയാലും അതൊരു ലെവലിന് മേളോട്ട് കൂടത്തില്ല, ഇതുവഴി ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കും. അതെന്താ മുകളിൽ കൂടെ ചാടുന്നത്? അത് പ്രഷറാണ്. ഇവിടെ ക്ലോസ് ചെയ്യുമ്പോഴേ ജെർക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ലോങ്ങൻ വെറൈറ്റിയാണ് ഇത്. അതായത് ഡയമണ്ട് റിവർ എന്ന് പറയുന്ന ലോങ്ങൻ വെറൈറ്റിയാണ്. അതുപോലെ ഇത് ബുഷ് ഓറഞ്ചിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് ഒടിച്ചുകുത്തി നാരകം. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഒടിച്ചുകുത്തി നാരകം. അതായത് ഒരു കമ്പ് ഒടിച്ച് നട്ട് കഴിഞ്ഞാൽ അത് മുളയ്ക്കും. അതുകൊണ്ടാണ് ഒടിച്ചുകുത്തി നാരകം എന്ന് പറയുന്നത്. അതുപോലെ ഗോൾഡൻ ആത്ത, ഗോൾഡൻ കളറിലുള്ള ആത്തയാണിത്. അതുപോലെ അവിടെ ജയൻറ്റ് മുള്ളാത്തയുണ്ട്. അതാണ് ജയൻറ്റ് മുള്ളാത്ത. ഇത് എങ്കാക്കാല എന്ന് പറഞ്ഞ ഫ്രൂട്ട് ട്രീയാണ്. എങ്കാക്കാല അത്. അതുപോലെ ഇത് ഒരു ചെറിയുടെ ഒരു വെറൈറ്റിയാണ് ഇത്. അതുപോലെ അബിയു എന്ന് പറയുന്ന ഫ്രൂട്ട് ട്രീയാണിത്. അബിയു അല്ല, ഫ്രൂട്ടാണല്ലേ? ഫ്രൂട്ടാണ്. അതുപോലെ അബിയുവിൻ്റെ മറ്റൊരു വെറൈറ്റി അബിയുവിൻ്റെ ആണിത്. ഇത് മഹക്കോട്ട ദേവ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് ഇൻസുലിന് പകരം, അതായത് ഷുഗർ ഉള്ള പേഷ്യൻസ് കഴിച്ചാൽ അവർ ഷുഗർ
കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് ഒരു ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റും കൂടെയാണ്. ഇത് പഴുക്കുമ്പോൾ നല്ല റെഡ് കളറാവും. നമ്മളത് ഉണക്കി വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണ് അതിന് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ഇത് പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ ഫ്രൂട്ട് ട്രീ. ഇതെല്ലാം വരുന്ന മാസങ്ങളിലാണ് ഇതെല്ലാം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന സമയം. ഇത് ചോക്ലേറ്റ് പുഡിംഗ് ഫ്രൂട്ട്, അതായത് ബ്ലാക്ക് സപ്പോട്ട എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ട്രീ ആണ്. ഇതും സൗത്ത് അമേരിക്കൻ കാടുകളിൽ കാണുന്ന, ആമസോൺ കാടുകളിൽ കാണുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അതുപോലെ നമ്മുടെ റംബൂട്ടാൻ്റെ ബന്ധുക്കളായ ലാങ്സാറ്റ്, അതിൻ്റെ അപ്പുറത്ത് ലോങ് കോങ്, ഇതെല്ലാം റംബൂട്ടാൻ്റെ ഫാമിലിയിൽ തന്നെയുള്ള പല സൗത്ത് ഏഷ്യൻ ഫ്രൂട്ട് ട്രീസ് ആണ്. ഇത് ലില്ലിപ്പില്ലി, ഒരു ഓസ്ട്രേലിയൻ ഫ്രൂട്ട് ട്രീ ആണ്. ലില്ലിപ്പില്ലിയുടെ ഓറഞ്ച് വെറൈറ്റിയാണിത്, ഓറഞ്ച് കളർ. അതുപോലെ നമ്മുടെ ഈ മുകളിൽ കാണുന്ന ഇത് അസായി ബെറി എന്ന് പറയും, ഒരു സൗത്ത് അമേരിക്കൻ ഫ്രൂട്ട് ട്രീ ആണ്. അസായി ബെറി നമുക്കറിയാം ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറയായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഒരുപാട് മെഡിസിൻസിനകത്തൊക്കെ വരുന്ന ഒരു, ആക്ച്വലി സൗത്ത് അമേരിക്കൻ ട്രൈബ്സ് മാത്രമേ ഇത് കഴിക്കാറുള്ളൂ. ഷെൽഫ് ലൈഫ് കുറവായതുകൊണ്ട് ഇത് മാർക്കറ്റ്സിലൊന്നും നമുക്കധികം കാണാൻ കിട്ടില്ല. പക്ഷേ ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ട് ട്രീ ആണ്. അതുപോലെ ഇത് ബാങ്കോക്ക് ചാമ്പയുടെ ഒരു വെറൈറ്റിയാണ്. അതുപോലെ ഇവിടെ ഗ്രൂമി ചാമ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ട്രീ ആണ്. ഗ്രൂമി ചാമയുടെ പർപ്പിൾ കളർ ആണിത്. മാംഗോസ്റ്റീൻ്റെ ഒരു വെറൈറ്റിയാണത്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് സൺഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ട്രീ ആണ്. ഇത് സൺഡ്രോപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ട് ട്രീ. അതുപോലെ ഇവിടെ ഇത് കാറ്റൈ ഫ്രൂട്ട് എന്ന് പറയും. നമ്മുടെ പഴയ നാട്ടിൻപുറത്തൊക്കെയുള്ള പൂച്ചപ്പഴം എന്ന് പറയുന്ന കാറ്റൈ ഫ്രൂട്ടാണിത്. ഇതും അടുത്ത പൂ വരുന്ന സമയമാകുന്നു. അതുപോലെ കംബോഡിയൻ ഗോൾഡൻ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ട്രീ ആണ് ഇത്. ഈ വലിയ മരം കംബോഡിയൻ ഗോൾഡൻ ആപ്പിൾ, അതായത് കംബോഡിയയിലെ അങ്കോർ എന്ന് പറയുന്ന ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ വലിയ മരമായിട്ട് നിൽക്കുന്ന ഒരു നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ആപ്പിളുകളിൽ ഒന്നാണത്, ഗോൾഡൻ ആപ്പിൾ. ഇത് നമ്മുടെ ഏറ്റവും വലിയ ഒരു കുടംപുളി മരമാണ്. അപ്പോൾ ഒരു 30 വർഷം പഴക്കമുണ്ട് ഈ മരത്തിന്. അതായത് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കാലത്തൊക്കെ മുതലേ ഉള്ള ഒരു കുടംപുളിയാണ്. ഇപ്പോൾ ഞാനതിൽ നല്ലപോലെ പുളി എല്ലാ വർഷവും അതിൽ നിന്ന് എടുക്കാറുണ്ട്. നമുക്ക് ഏകദേശം 20 കിലോയോളം ഉണക്കിയ പുളി കിട്ടുന്ന ഒരു വലിയ മരമാണിത്. അതുപോലെ ഇത് അരസാബോയ് എന്ന് പറയുന്നൊരു ഫ്രൂട്ട് ട്രീ ആണ്. ഇത് ഓൾമോസ്റ്റ് കായ്ക്കേണ്ട സമയമാകുന്നു, പ്ലാന്റ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. ഇത് സ്പാനിഷ് ടാമറിൻഡ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ട്രീ ആണ്. സ്പാനിഷ് ടാമറിൻഡ് ഇത് ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ വലുപ്പത്തിൽ ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറിൽ പൾപ്പ് കിട്ടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഇത് മരിയൻ പ്ലം എന്ന് പറയും. മരിയൻ പ്ലം മാങ്ങയുടെ തന്നെ ഫാമിലിയിൽ പെടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇതിൻ്റെ ഇലയ്ക്ക് മാവിൻ്റെ ഒരു സ്മെല്ലുണ്ട്. മരിയൻ പ്ലം ഇത് മൂട്ടിപ്പഴത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. ടാംബോയ് എന്ന് പറയും, മൂട്ടിപ്പഴത്തിൻ്റെ വെറൈറ്റി. ഇതിൻ്റെ പേര് പറഞ്ഞേ? ടാംബോയ്. ഇത് കംബോഡിയയുടെ നാഷണൽ ഫ്ലവറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതായത് റംദുൾ എന്നാണ് ഇതിൻ്റെ പേര്. കംബോഡിയയുടെ നാഷണൽ ഫ്ലവർ. മഞ്ഞ കളർ പൂവായിരിക്കും, ഒരു കണിക്കൊന്ന സ്റ്റൈലിൽ പൂവുണ്ടാകുന്ന ചെടിയാണ്. പൂവ് കാണാനും ഭംഗിയാണ്, അതിനൊരു ഫ്രൂട്ടും ഉണ്ട്, നല്ല ഫ്രൂട്ടുമാണ്. ഇത് മട്ടോവ എന്ന് പറയുന്ന ഫ്രൂട്ട് ട്രീ ആണ്. ഫിജിയൻ ലോങ്ങൻ എന്ന് ഒരു പേരുണ്ട്. ഇതും നമ്മുടെ റംബൂട്ടാൻ പോലെ നമ്മൾ തോട് പൊളിക്കുമ്പോൾ അകത്തൊരു ജെല്ലി ടൈപ്പ് ഫ്ലഷ് ഉള്ള ഒരു ഫ്രൂട്ടാണ്, നല്ല ഫ്രൂട്ടാണ്. ഇത് ഐസ്ക്രീം ബീൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. അതായത് നമ്മുടെ വാളരിപ്പയറൊക്കെ പോലെ ഒരു പയർ വർഗ്ഗത്തിൽ പെടുന്ന പോലത്തെ ഒരു ഫ്രൂട്ട്. നമ്മൾ പൊളിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഫ്ലഷുള്ള ഒരു ഫ്രൂട്ടാണ് ഐസ്ക്രീം ബീൻ. നമ്മൾ നേരത്തെ ഒരു കൊച്ചു പ്ലാന്റ് ഞാൻ പറഞ്ഞായിരുന്നു, പർപ്പിൾ ഫോറസ്റ്റ് ഗോവ, അതിൻ്റെ വലിയ പ്ലാന്റാണിത്. ഇതും ഏകദേശം ഒരു 4 വർഷം
അടുക്കുന്നു. ഇത് കഴിഞ്ഞ വർഷം ഫ്ലവർ ചെയ്തായിരുന്നു, ഉടനെ തന്നെ കായ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് ഓസ്ട്രേലിയൻ സെഡാർ ബേ ചെറി. അതൊരു ഓസ്ട്രേലിയൻ നമ്മുടെ ചെറി വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഇത് ബിഗ്നായി എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ്. കൊലയായിട്ട് പഴം ഉണ്ടാവുകയും ചുമപ്പ് കളറിൽ പഴുത്തു വരികയും ചെയ്യുന്ന വളരെ നല്ലൊരു ഫ്രൂട്ടാണ് ബിഗ്നായി. ഒലസാപ്പോ എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ്. ഒലസാപ്പോയുടെ മലയാളത്തിൽ അതിനെ വിളിക്കുന്ന ശർക്കരപ്പഴം എന്നാണ്. ബിക്കോസ് അതിൻ്റെ ടേസ്റ്റ് ശർക്കരയോട് സാമ്യത ഉള്ളതുകൊണ്ട് ശർക്കരപ്പഴം എന്ന് വിളിക്കുന്നു. ഒരു ചെറിയ പ്ലാന്റാണ്, അടുത്തിടയ്ക്കാണ് നട്ടത്. ഇത് കാക്ക് ജാം എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. ബ്ലാക്ക് കളർ ഫ്രൂട്ടാണ്, അതായത് അതിനകത്ത് ജെല്ലി പോലത്തെ ഒരു ഫ്ലഷും ഉണ്ട്. കാക്ക് ജാം. ഇത് ഛേ ഫ്രൂട്ട് എന്ന് പറയും, CHE ഛേ. ഇതും വളരെ നല്ല ഫ്രൂട്ടായിട്ടാണ് പറയുന്നത്, പക്ഷേ നിറയെ മുള്ളുണ്ട്. അതായത് നമുക്ക് കൊണ്ടുകഴിഞ്ഞാൽ നല്ലപോലെ വേദനിക്കുന്ന രീതിയിലുള്ള വലിയ മുള്ളുള്ള ഒരു പ്ലാന്റാണ്, സൂക്ഷിക്കണം നമ്മൾ. അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറയുന്നത് മാവുകളുടെ ഒരു സെക്ഷനാണ്. അതായത് വിവിധ തരം മാവുകളുണ്ട്. ഹിമാപസന്ത് എന്ന് പറഞ്ഞ മാവാണിത്. അതുപോലെ നമ്മുടെ പുറകിൽ നിൽക്കുന്നത് പ്രിയൂർ എന്ന് പറഞ്ഞ മാവ്. ഇത് കല്ലുകെട്ടി എന്ന് പറയുന്ന മാവാണ്. അതുപോലെ ഇവിടെ കോശ്ശേരി എന്ന് പറയുന്ന മാവുണ്ട്, കോശ്ശേരി. അതേപോലെ തായ്ലൻഡ് മാവ്. ഇവിടെ ഇത് ബങ്കനപ്പള്ളി എന്ന് പറയുന്ന മാവാണ്, ബങ്കനപ്പള്ളി. അതുപോലെ ഇത് കോട്ടൂർ കോണം എന്ന് പറയുന്ന മാവാണ്. അതുപോലെ ഇത് കേസരി എന്ന് പറയുന്ന മാവ്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ, ഇതിൽ പലതും നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന മാവുകളാണ്. കൂടുതലും വടക്കേന്ത്യൻ മാവുകൾ അധികം വെച്ചിട്ടില്ല എങ്കിൽ പോലും ഇത് കൂടുതലും നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന മാവുകളാണ് നട്ടിരിക്കുന്നത്. നമ്മൾ തേനീച്ചപ്പെട്ടികൾ നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ പല ഭാഗത്തായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ പെട്ടി ഒന്ന് തുറന്നു നോക്കാം, തേനീച്ചകൾ എന്താണ് അതിൻ്റെ സ്ഥിതി എന്നൊക്കെയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ 5 അടയിൽ തേനീച്ചകൾ കൂട് പണിഞ്ഞ് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 6ാമത്തെ അടയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കോളനികൾ നല്ല സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരി ആകുമ്പോഴത്തേക്ക് തേനീച്ചകൾ നല്ല രീതിയിൽ നമ്മുടെ ഈ പ്രദേശത്ത് തേനുകൾ എടുക്കാൻ തുടങ്ങും. ഒരു ജനുവരി അവസാനത്തോടു കൂടി നമുക്ക് ഫസ്റ്റ് ബാച്ച് തേൻ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഫസ്റ്റ് ബാച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഈ മെഴുക് വെച്ച് കൂട് പണിയാനൊന്നും പിന്നെ അധികം സമയം എടുക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഫെബ്രുവരി തന്നെ 2ും 3ും നമുക്ക് ഒരു ഏപ്രിൽ പകുതി വരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തേൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സുകളുടെ പരാഗണത്തിലും, അതായത് അതിൽ കാഫലം കൂട്ടാനായിട്ട് തേനീച്ചകൾ നല്ല രീതിയിൽ നമുക്ക് സഹായമായിട്ടുണ്ട്. കാരണം ഇത് വെച്ചപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. തെങ്ങൊക്കെ ആണെങ്കിൽ 100 തേങ്ങ ഉണ്ടാകുന്ന തെങ്ങിൽ 125 തേങ്ങയും, റംബൂട്ടാനിലൊക്കെ 200 കിലോ വരെ ഉണ്ടാകാൻ ചാൻസും ഈ തേനീച്ച വന്നു കഴിഞ്ഞാലുണ്ട്. നമ്മുടെ കൃഷി പ്രധാനമായും മഴയെ ആശ്രയിച്ചാണെങ്കിൽ പോലും നമ്മൾ നല്ല കഠിനമായ വേനൽ സമയത്ത് ഇതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്താണ് എല്ലാ ഫലവൃക്ഷങ്ങളും നമ്മൾ നനയ്ക്കുന്നത്. ഇതിൽ വരുന്ന വെള്ളം നമ്മൾ കൂടുതലും മഴവെള്ളം തന്നെ നമ്മൾ പലയിടത്ത് ടാങ്ക് വെച്ച് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്താണ് ഇതിലേക്ക് കൊടുക്കുന്ന വെള്ളം നമ്മൾ ശേഖരിക്കുന്നത്. നമ്മുടെ ചെറുതേനീച്ചപ്പെട്ടികളാണിത്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. PVC പൈപ്പ് വെച്ചിട്ട് ഒരു പുട്ടുകുറ്റിയുടെ മോഡലിൽ നമ്മൾ ചെയ്തതാണ്. ഇതിലിപ്പം തേനീച്ചകളുടെ കൂട്, അവരുടെ വീടും എല്ലാം വരുന്നത് ഈ വലിയ ഭാഗത്താണ്. തേനറ എന്ന് പറയുന്നത് ആ കുറ്റിയുടെ ആ ഒരു ഭാഗത്താണ് തേനറ വരുന്നത്. ഇത് നമ്മുടെ റൂഫിനകത്ത് ഈ കമ്പിയുടെ ഇടയ്ക്കുണ്ടായിരുന്ന തേനീച്ചയെ നമ്മളൊരു വാട്ടർ ലെവൽ പൈപ്പ് വെച്ചിട്ട് ഈ പെട്ടിയിലേക്ക് കയറ്റിയതാണ് ഈ കാണുന്നത്. ഇങ്ങനെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫൗണ്ടേഷനിലിരിക്കുന്ന ഈച്ചകളെല്ലാം നമുക്കിതുപോലെ പെട്ടിയിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിസൈനിൽ വരുന്ന ചെറുതേനീച്ചപ്പെട്ടിയാണ്. ഇത് ഹോർട്ടികോർപ്പിൻ്റെ തേനീച്ചപ്പെട്ടികളെല്ലാം നമ്മൾ ഈ ഡിസൈനിലാണ് കിട്ടുന്നത്. അതായത് 2 തടിപ്പലകൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വശം ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് 3 അറയായിട്ടാണ് തേനീച്ചകൾ തേനും പൂമ്പൊടിയും അവരുടെ ലാർവകളെയെല്ലാം ഇതിനകത്ത് സജ്ജീകരിക്കുന്നത്. നമ്മുടെ റെയിൻ വാട്ടർ ഹാർവസ്റ്റ് ടാങ്കാണ് ഈ കാണുന്നത്. നമ്മുടെ റൂഫിൽ വീഴുന്ന വെള്ളം മുഴുവൻ ഇതുപോലുള്ള പല ടാങ്കുകളിൽ വീടിൻ്റെ ചുറ്റും വെച്ച് ശേഖരിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കറണ്ട് ചിലവ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ വെള്ളം ഉണക്ക സമയത്തൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാതെ തന്നെ ഇതിൽ സ്റ്റോറായി കിടക്കുന്ന വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ്. നമ്മളിതുപോലെ ടിഷ്യൂ കൾച്ചർ തൈകൾ, വളരെ ചെറിയ തൈകൾ നമ്മൾ ലാബിൽ നിന്ന് ഇറക്കി ഇവിടെ വളർത്തി പൂവായി കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കുന്നതാണ്. അപ്പം ഇപ്പോൾ ഈ സ്റ്റേജിലായിട്ടുണ്ട് നമ്മുടെ ഓർക്കിഡ് ചെടികളെല്ലാം. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ്. എല്ലാ തൂണുകളിലും നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് വളർത്തിയിട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് സമയം പിടിക്കുന്ന, കായ്ക്കാൻ സമയം പിടിക്കുന്ന വെറൈറ്റിയാണ്, വൈറ്റാണ്. അതുപോലെ അതിൻ്റെ യെല്ലോ വെറൈറ്റി നമുക്ക് ഇവിടെയുണ്ട്, യെല്ലോ. അതുപോലെ പർപ്പിൾ വെറൈറ്റി ആ തൂണിലുണ്ട്. ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. അതുപോലെ നമുക്ക് ഇതുപോലെ പോട്ട്സിനകത്ത് പല ടൈപ്പ് ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. സപ്പോട്ടയും ആപ്പിൾ ബെയറും പോമോഗ്രാനൈറ്റ്, പേര, അങ്ങനെയുള്ള പല ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മൾ പോട്ടിലും അതുപോലെ ഗ്രോ ബാഗുകളിനകത്ത് പച്ചക്കറികളും നമ്മൾ നട്ടിട്ടുണ്ട്. വഴുതനങ്ങ, വെണ്ടയ്ക്ക, മുളക്, അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ ദിശ അനുസരിച്ച് സോളാർ പാനലുകളെ ടിൽറ്റ് ചെയ്ത് അതിനെ മാനുവലായിട്ട് അതിനെ പൊസിഷൻ ചെയ്യാൻ വേണ്ടി തദ്ദേശീയമായിട്ട് അദ്ദേഹം തന്നെ വികസിപ്പിച്ചെടുത്ത ടിൽറ്റിംഗ് മെക്കാനിസമാണ് നമ്മൾ ഈ കാണുന്നത്. ജോസിൻ ബ്രോ, ഇത് നിർമ്മിക്കാനുണ്ടായ സാഹചര്യവും അതിൻ്റെ മെക്കാനിസം വർക്കിങ്ങിനെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായും. ആദ്യം നമ്മൾ കണ്ടല്ലോ, നമ്മുടെ പറമ്പിലുള്ള ചെടികളും മരങ്ങളും എല്ലാം നമ്മൾ കണ്ടല്ലോ. അപ്പം ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി നമ്മളൊരു ലൊക്കേഷൻ നോക്കിയപ്പോൾ തന്നെ അത് വലിയൊരു ചാലഞ്ചായിരുന്നു. കാരണം സൺലൈറ്റിൻ്റെ വരാത്ത രീതിയിലാണ് നമ്മുടെ ചെടികളും മരങ്ങളും നിൽക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കിട്ടിയൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്ഥലമാണ്. പക്ഷേ ഇതിനെപ്പറ്റി വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സൂര്യൻ തെക്കൻ ചായ്വിലും വടക്കൻ ചായ്വിലും കൂടെ സഞ്ചരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്, പക്ഷേ പലരും ഇത് സോളാർ പ്ലാന്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാറില്ല. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാനൽ തെക്കോട്ട് ചരിച്ച് നമ്മൾ പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്യുവാണെങ്കിൽ, നോർമലി തെക്കോട്ട് ചരിച്ചാണ് വെക്കുന്നത് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാ കമ്പനികളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ മൊത്തം അങ്ങനെയാണെന്ന് എൻ്റെ അറിവ്. തെക്കോട്ട് ചരിച്ച് വെക്കുമ്പോൾ സൂര്യൻ വടക്കൻ ചായ്വിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ടുണ്ടാവാറില്ല. അപ്പം ഞാൻ ആലോചിച്ചപ്പം ഇത് നമ്മുടെ വീടിൻ്റെ വടക്കേ വശത്താണ്, സൂര്യൻ തെക്കൻ ചായ്വിലേക്ക് വരികയും ചെയ്യും, എന്നാൽ വടക്കൻ ചായ്വിലും വരും. അപ്പോൾ നമുക്ക് ഇതിനെ ടിൽറ്റ് ചെയ്യാൻ പറ്റിയാൽ എന്താണ്, അത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കുമല്ലോ, എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു ഗിയർ സിസ്റ്റം നമ്മൾ ചെയ്തത്. അത് ആക്ച്വലി ഒരു ഗിയറിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എത്ര ഡ്യൂറേഷനിലാണ് ഇത് മാറ്റേണ്ടത്? ഏതെങ്കിലും മാസം മാറ്റണമെന്ന് വല്ലതും? അതെ, അതായത് ഇപ്പം ഡിസംബർ 21 തൊട്ട് സൂര്യൻ വടക്കേക്ക് നീങ്ങാൻ തുടങ്ങും, വടക്ക് ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും. അതായത് ഏകദേശം ജൂൺ 21 ആകുമ്പോഴത്തേക്ക് സൂര്യൻ പൂർണ്ണമായി വടക്കോട്ട് മാറിയിരിക്കും. അത് കഴിഞ്ഞ് ജൂൺ 21 ശേഷം തിരിച്ച് സൂര്യൻ തെക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. ഇതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസംബർ 21 കഴിഞ്ഞാൽ സൂര്യൻ വടക്കോട്ട് വന്ന് സൂര്യൻ നേരെ മുകളിലാകുമ്പോൾ, അതൊരു ഏപ്രിൽ മാസം എന്ന് കണക്കാക്കാം, ആ സമയത്ത് നമുക്കിത് ടിൽറ്റ് ചെയ്യാമെങ്കിൽ, ഇതൊന്ന് ഹൊറിസോണ്ടലാക്കാമെങ്കിൽ നേരെ ലൈറ്റ് പെർപെൻഡിക്കുലറായിട്ട് അതിൽ വീഴും. പിന്നെ ജൂൺ മാസം ആകുമ്പോൾ വടക്കൻ ദിശയിലേക്ക് വരുമ്പോൾ നമ്മളിതിനെ വടക്കോട്ട് അല്പം ഒന്ന് ചരിച്ചാൽ സൂര്യൻ പെർപെൻഡിക്കുലറായിട്ട് പാനലിൽ വീഴും. അപ്പം മേ ബി ഒരു ഇയറിൽ ചിലപ്പോൾ ഒരു 2-3 പ്രാവശ്യം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത് മാനുവലാണ്, മാനുവലായിട്ട് നമ്മൾ ഇലക്ട്രോണിക്കലി ചെയ്യുന്ന ഡിവൈസസ് ഉണ്ട്, പക്ഷെ നമ്മളിത് മാനുവലായിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും പിടുത്തമില്ലെങ്കിലേ കാറ്റത്ത് ഇത് തന്നെ മൂവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ടൈറ്റായിട്ട് അത് ചെയ്തിരിക്കും. അല്ല, ഇത്രേ പോകത്തുള്ളൂ. അവിടെ ഒരു സ്റ്റോപ്പറുണ്ട്. ഇതാണ് എൻ്റെ കുടുംബം. ഇതെൻ്റെ അമ്മ ജെസ്സി, മമ്മി റിട്ടയേർഡ് സ്കൂൾ അധ്യാപികയാണ്. ഇതെൻ്റെ വൈഫ് ജോമോൾ, ബയോടെക്നോളജിസ്റ്റാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയാണ്. അപ്പം ഞാൻ വർക്ക് ഫ്രം ഹോം ജോലി ചെയ്തുകൊണ്ട്, കൃഷി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുടുംബമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ചുനക്കര നമ്മുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇതെൻ്റെ മകൻ ജോഷുവ, ഒരു ഇളയ മകനോടുണ്ട്, അവനിവിടെ എല്ലാം ഓടിച്ചാടി നടക്കുകയാണ്, ജോന. ഓക്കെ, ഞങ്ങളുടെ കൃഷിയിൽ ഞങ്ങളെല്ലാവരും കൂട്ടായ പ്രവർത്തനത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ഓരോരോ മേഖലകൾ, ഇപ്പോൾ പൂച്ചെടിയൊക്കെ ആണെങ്കിൽ മമ്മിയാണ് അത് കൂടുതൽ ചെയ്യുന്നത്. ഓർക്കിഡും മറ്റുള്ള പച്ചക്കറി കൃഷിയുടെ എല്ലാം കാര്യങ്ങൾ വൈഫാണ് നോക്കുന്നത്. ഞാൻ കോഴിയുടെയും തേനീച്ചകളുടെയും പിന്നെ വരാലും മീനിൻ്റെ കുളവും ബാക്കി എല്ലാ കാര്യങ്ങളും ഫലവൃക്ഷങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടായ ഒരു പ്രവർത്തനത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. വീട്ടിലെ കൃഷികളല്ലാതെ സമൂഹത്തിന് വേണ്ടിയും കുറേ പദ്ധതികളുടെ ഭാഗമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാം.
തീർച്ചയായും. അതായത് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി BPKP എന്ന് പറയും. അത് 2019 കേന്ദ്ര സർക്കാർ ഓൾ ഓവർ ഇന്ത്യയിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ ചുനക്കര കൃഷിഭവനിലെ കോർഡിനേറ്ററായിട്ട് 2019 മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ചുനക്കര കൃഷിഭവനിലുള്ളത് ഒരു 350ഓളം ഫാർമേഴ്സാണ്. അവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരെ ജൈവ കൃഷിയിൽ ബോധവൽക്കരണം ചെയ്യുകയും കൂടുതൽ അതിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് നമ്മളുടെ ദൗത്യം. അപ്പം അത് 4-5 വർഷമായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്നു. പിന്നെ അതുകൂടാതെ നമ്മൾ കേരള സർക്കാരിൻ്റെ കൃഷിക്കൂട്ടം പദ്ധതിയിൽ നമ്മളൊരു കൃഷിക്കൂട്ടം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 5-6 കർഷകരുണ്ട്. അത് പോരാതെ കൃഷിഭവൻ്റെ എല്ലാവിധ പരിപാടികളിലും നമ്മൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. നമ്മൾ അതിൽ പങ്കെടുക്കും. നമുക്ക് കൃഷിഭവൻ ത്രൂ ആണ് ഒരുപാട് സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് ഇപ്പം കോഴിക്കോടിനായാലും ഈ വളങ്ങളായാലും ഈ മഴമറ പോലും ഇതെല്ലാം കൃഷിഭവൻ്റെ സ്കീമുകളിലൂടെ നമ്മൾ പലതും ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃഷി വന്ന പല ഓഫീസർമാരും നമുക്ക് വളരെ നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും തന്നിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ ചെയ്തു വരുന്നത്. പിന്നെ ഏത് കർഷകരും ഏത് സമയത്തും എന്ത് ഡൗട്ട് ചോദിച്ചാലും, അതുപോലെ അവർക്ക് എന്തെങ്കിലും സഹായം വേണം, എന്തെങ്കിലും വിത്ത് വേണം, എവിടെ ഒരു വളം എവിടെ കിട്ടും, അല്ലെങ്കിൽ ഇന്ന ചെടിക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളോട് വിളിച്ച് ചോദിക്കാം. ഈ വീഡിയോയുടെ അടിയിൽ നമ്പർ കൊടുക്കാമല്ലോ? തീർച്ചയായും കൊടുക്കാം. അങ്ങനെയുള്ള ചോദിക്കുന്നവർക്കെല്ലാം നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ ഫോൺസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. കൂടുതലും നമ്മൾ പകൽ ഈ കൃഷി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വ്യാപൃതനായിരിക്കുന്നത് കൊണ്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഫോൺ എടുക്കാനൊക്കെ പറ്റാറുള്ളൂ. എന്നാലും നമ്മൾ കഴിവതും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടേക്കുക. അതൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ഒരു കർഷകനെ സമൂഹം എങ്ങനെയാണോ ചിത്രീകരിക്കുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരു കർഷകനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. എത്ര വിദ്യാഭ്യാസമുള്ളവർക്കും ഏത് മേഖലയിലുള്ളവർക്കും പാഷനോടുകൂടി ചെയ്ത് വിജയിപ്പിക്കുവാൻ കഴിയുന്ന കാര്യമാണ് കൃഷി എന്നുള്ളത് ശ്രീ ജോസിൻ സാം ജോണിലൂടെ കണ്ടു. സമൂഹത്തിൽ തികച്ചും വ്യത്യസ്തരായ ഇങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുക. സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.